Hi all, welcome to Lenino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമസ്റ്ററിലെ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് ആണ്. ഓക്കെ, സോ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സിൽ നമുക്ക് 5 മോഡ്യൂൾസിൽ ഫസ്റ്റ് 3 മോഡ്യൂൾസ് സർവേയിങ്ങും ബാക്കി 2 മോഡ്യൂൾസ് ലാസ്റ്റ് 2 മോഡ്യൂൾസ് ജിയോമാറ്റിക്സും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കാം. സോ മോഡ്യൂൾ 1ൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് ആണ്. അതായത് സർവേയിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, പിന്നെ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ്, ആൻഡ് അതിൻ്റെ സർവേ സ്റ്റേഷൻസ്, സർവേ ലൈൻസ്, റേഞ്ചിങ്, ബിയറിംഗ് ഓഫ് സർവേ ലൈൻസ്, ലോക്കൽ അട്രാക്ഷൻ, ഡിക്ലിനേഷൻ, മെത്തേഡ്സ് ഓഫ് ഓറിയൻറ്റേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലെവലിംഗ് ആണ്. അതിലും പ്രിൻസിപ്പിൾസ്, പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് ലെവലിംഗ് കുറേയൊക്കെ പഠിക്കാറുണ്ട്, പിന്നെ മെത്തേഡ്സും കാര്യങ്ങളും. ഓക്കെ, then next is കോണ്ടൂറിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ്സ് ആൻഡ് യൂസസ്. ഓക്കെ, സോ നമുക്ക് ഇന്നിവിടെ ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ്ങിലെ ഫസ്റ്റ് കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാം. സോ സർവേയിങ്ങിൽ ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കേണ്ടത്? വാട്ട് ഈസ് സർവേയിങ്? സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഓക്കെ, സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് on, above or beneath the surface of the earth by means of direct or indirect measurements, and finally representing them on a sheet of paper known as plan or map. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഒരു ടെക്നിക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ്? റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ്. അത് ഓൺ ആവാം, എബോവ് ആവാം, ബിനീത്ത് ദ സർഫസ് ഓഫ് ദി എർത്ത് ആവാം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബൈ മീൻസ് ഓഫ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ്. അതായത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ടും മെഷർമെൻറ്റ്സ് എടുക്കും. എന്നിട്ട് നമ്മൾ അതൊരു പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാൻ ഓർ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു വീട് കെട്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്ലാനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, മെഷർമെൻറ്റ്സും കാര്യങ്ങളും എടുത്തിട്ടാണ് ഒരു എൻജിനീയർ പ്ലാന് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് സർവേയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സർവേയിങ്. എന്തൊക്കെയാണ് സർവേയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ടു പ്രിപ്പയർ എ പ്ലാൻ ആൻഡ് എ സെക്ഷൻ ഓഫ് ആൻ ഏരിയ ടു ബി കവേർഡ് ബൈ ദ പ്രൊജക്റ്റ്. അതായത് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ ഏരിയയുടെ ആ ഒരു സെക്ഷനൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സർവേയിങ് നടത്തണം അവിടെ അല്ലേ? ദെൻ നെക്സ്റ്റ് ദ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് ഓൾ സിവിൽ പ്രൊജക്ട്സ് സച്ച് ആസ് റെയിൽവേസ്, ഹൈവേസ്, ഡാംസ്, റിസർവെയേഴ്സ്, വാട്ടർ വർക്ക്സ്, സിവറേജ് വർക്ക്സ്, എയർഫീൽഡ്സ്, പോർട്സ്, massive buildings etc. are based upon surveying measurements. അതേപോലെ എല്ലാ സിവിൽ പ്രൊജക്ട്സിനും സർവേയിങ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? റെയിൽവേസ് ആയിക്കോട്ടെ, ഡാംസ് ആയിക്കോട്ടെ, റിസർവെയേഴ്സ് ആയിക്കോട്ടെ, എയർഫീൽഡ്, മാസീവ് ബിൽഡിങ്സ്, അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ഫസ്റ്റ് സർവേയിങ് എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് is the measurement of land and the fixation of its boundaries cannot be done without surveying. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ബൗണ്ടറി ഒക്കെ അറിയാൻ, അതായത് ഒരു ലാൻഡിൻ്റെ ഫിക്സേഷന് നമുക്ക് ബൗണ്ടറി ലെവൽ അറിയണം അല്ലേ? ഒരാളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്ര പ്ലേസ്, എത്ര സെൻറ്റാണ്, അല്ലെങ്കിൽ ഏക്കർ സ്ഥലമുണ്ട് എന്നൊക്കെ ബൗണ്ടറി ഒരു നമ്മൾ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആ ഒരു ബൗണ്ടറി അറിയണം അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ സർവേ ചെയ്തിട്ടാണ് ഡോക്യുമെൻറ്റ്സിൽ വരയ്ക്കുന്നത് അല്ലേ? സോ അതിനും നമുക്ക് സർവേയിങ് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്? 2 പ്രിൻസിപ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 റെഫറൻസ് പോയിന്റ്. അതായത് തന്നിരിക്കുന്ന 2 റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു പുതിയ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്ങിൽ ഫസ്റ്റ് വൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ഓക്കെ, ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഏരിയ ഉണ്ട്, നമുക്കവിടെ 3 കൺട്രോൾ സ്റ്റേഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമുക്ക് നോൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് എ, ബി, സി. അപ്പോൾ ഇതിനെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മേക്ക് ചെയ്യും സ്മോളർ ട്രയാങ്കിൾസ് ആയിട്ട്. എന്നിട്ട് ഓരോ ട്രയാങ്കിളുടെ ഉള്ളിലത്തെ ഏരിയ നമ്മൾ സർവേ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ വലിയൊരു ഏരിയനെ നമ്മൾ സ്മോളർ ഏരിയ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ പർട്ടിക്കുലർ സ്മോൾ ഏരിയാസ് കാണുമ്പോൾ അവിടെ എറേഴ്സ് കുറയും. ഓക്കെ, അതാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. എന്താണ്? ഇതാണ് പ്രൈമറി ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. പ്രൈമറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന്
പ്ലെയിൻ സർവേയിങ്ങും സെക്കൻഡ് വൺ ജിയോഡറ്റിക് സർവേയിങ് ആണ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ പ്ലെയിൻ സർവേയിങ്? പ്ലെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ ദ എർത്ത് സർഫസ് ഇസ് കൺസിഡേർഡ് ആസ് പ്ലെയിൻ സർഫസ്. ഓക്കെ, ജിയോഡറ്റിക് സർവേയിങ് എന്ന് പറഞ്ഞാൽ ദ എർത്ത് സർഫസ് ഇസ് കൺസിഡേർഡ് ആസ് കേർവ്ഡ് സർഫസ് ആയിരിക്കും ജിയോഡറ്റിക്. ഓക്കെ, ദെൻ പ്ലെയിൻ സർവേയിൻ്റെ കേസിൽ നമ്മൾ കർവേച്ചർ ഓഫ് ദ എർത്ത് ഇഗ്നോർഡ് ആണ്. ജിയോഡറ്റിക്കിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ആ കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ദെൻ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുമ്പോൾ ലൈൻ ജോയിനിങ് എനി ടു സ്റ്റേഷൻസ് ഇസ് കൺസിഡേർഡ് ടു ബി സ്ട്രെയിറ്റ് ആയിരിക്കും പ്ലെയിൻ സർവേയിങ്ങിൻ്റെ കാര്യത്തിൽ. അതേപോലെ ജിയോഡറ്റിക് സർവേയിൻ്റെ കാര്യത്തിൽ അതിപ്പോഴും സ്പിരിക്കൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ എനി 3 പോയിന്റ്സ് ഇസ് കൺസിഡേർഡ് ആസ് പ്ലെയിൻ ആയിരിക്കും. ഒരു 3 പോയിന്റ് ജോയിൻ ചെയ്ത ആ ട്രയാങ്കിൾ നമ്മളെപ്പോഴും പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജിയോഡറ്റിക്കിൻ്റെ കേസ് വരുമ്പോൾ ആ പോയിന്റ് നമ്മളെപ്പോഴും സ്പിരിക്കലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾസ് ആർ കൺസിഡേർഡ് ആസ് പ്ലെയിൻ ആംഗിൾസ്. ജിയോഡറ്റിക്കിൻ്റെ കേസ് വരുമ്പോൾ അത് സ്പിരിക്കൽ ആംഗിൾസ് ആണ്. പിന്നെ പ്ലെയിൻ സർവേയിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഏരിയാസ് കുറവായിരിക്കും, സ്മോളർ ഏരിയയിലേക്കാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് ചെയ്യുക. അതായത് ഒരു ലെസ് ദാൻ 250 കിലോമീറ്റർ സ്ക്വയർ. പിന്നെ ഏരിയ 250 കിലോമീറ്റർ സ്ക്വയറിനേക്കാൾ കൂടുതലുള്ള ഏരിയസിലാണ് നമ്മൾ ജിയോഡറ്റിക് സർവേയിങ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂസസ് ഓഫ് സർവേയിങ് ആണ്. എന്തൊക്കെയാണ് ഈ സർവേയിങ്ങിൻ്റെ യൂസസ്? ഫസ്റ്റ് വൺ, ടു പ്രിപ്പയർ എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് വിച്ച് ഷോസ് ദ ഹിൽസ്, വാലീസ്, റിവേഴ്സ്, വില്ലേജസ്, ടൗൺസ്, ഫോറസ്റ്റ് എക്സെട്ര ഓഫ് എ കൺട്രി. നമുക്കറിയാം ഒരു ടോപ്പോഗ്രഫി ഓഫ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ്, അവിടെ ഹിൽസ്, വാലീസ്, റിവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്ലോട്ടിലുള്ള എവിടെയൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവേ ചെയ്യുന്നതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ്, ടു പ്രിപ്പയർ എ ജിയോളജിക്കൽ മാപ്പ് ഷോയിങ് ഏരിയാസ് ഇൻക്ലൂഡിങ് അണ്ടർഗ്രൗണ്ട് റിസോഴ്സസ് എക്സിസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് ജിയോളജിക്കൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാനും സർവേ യൂസ്ഫുൾ ആണ്. ദെൻ ടു പ്രിപ്പയർ ആൻ ആർക്കിയോളജിക്കൽ മാപ്പ് ഇൻക്ലൂഡിങ് പ്ലേസസ് വേർ ആൻഷ്യൻ്റ് റെലിക്സ് എക്സിസ്റ്റ്. അതേപോലെ ആർക്കിയോളജിക്കൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, to prepare an engineering map showing details of engineering works such as roads, railways, reservoirs, irrigation canals, etc. എഞ്ചിനീയറിംഗ് മാപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വർക്ക്സ് ആയിരിക്കും? റോഡ്സിൻ്റെ ആവാം, റെയിൽവേസ് ആവാം, റിസർവയേഴ്സ്, അങ്ങനെയുള്ള വർക്ക്സ് എല്ലാം കാണിക്കുന്ന മാപ്പിനെ നമ്മൾ എഞ്ചിനീയറിംഗ് മാപ്പ് എന്ന് പറയാം. അത് പ്രിപ്പയർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യും. Then to prepare a cadastral map showing the boundaries of fields, houses and other properties. Okay. Next, to prepare a military map showing the road and railway communications with different parts of a country. Such a map also shows the different strategic points important for the defense of a country. മിലിറ്ററി മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് നമ്മുടെ സോൾജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് പ്ലാൻ ചെയ്ത് ഓപ്പറേഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിലിറ്ററി മാപ്പ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ to prepare a contour map to determine the capacity of reservoir and to find the best possible route for roads, railways, etc. അതേപോലെ നമുക്കിപ്പോൾ ഒരു റോഡ് അല്ലെങ്കിൽ റെയിൽവേ ഒക്കെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ റോഡ്സ് പോസിബിൾ ആണോ എല്ലാം ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യാനും നമ്മൾ സർവേയിങ് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. നമ്മൾ പ്രൈമറി ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീൽഡ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ദ ഫീൽഡ് സർവേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലാൻഡ് സർവേയിങ്, ടോപ്പോഗ്രഫിക് സർവേയിങ്, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. ഫസ്റ്റ് ലാൻഡ് സർവേയിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലാൻഡ് സർവേയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസസ് ഓൺ ഡിറ്റർമിനിങ് പ്രോപ്പർട്ടി, ബൗണ്ടറീസ്, ഏരിയാസ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്ന ലാൻഡ് സർവേയിങ് എന്ന് പറഞ്ഞു വെച്ചാൽ. അതായത് മെയിൻ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഏരിയാസ്, പിന്നെ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും, അതാണ് ലാൻഡ് സർവേയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ടോപ്പോഗ്രഫിക് സർവേയിങ്. ടോപ്പോഗ്രഫി പറഞ്ഞാൽ എന്തായിരിക്കും? നാച്ചുറൽ ആൻഡ് മെയ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ആൻ ഏരിയ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏത് മാപ്പാണോ അത് ഷോ ചെയ്യുന്നത് ആ ഒരു സർവേനെ നമ്മൾ ടോപ്പോഗ്രഫിക് സർവേയിങ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെപ്പെടും? പ്ലാനിങ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്, അത് റോഡ്സ്, റെയിൽവേസ്, അതെല്ലാം നമ്മൾ എഞ്ചിനീയറിംഗ് സർവേയിൽ പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്. ഡീൽസ് വിത്ത് ദ മാപ്പിംഗ് വാട്ടർ ബോഡീസ് ഇൻക്ലൂഡിംഗ് ഡെപ്ത്സ്, ഷോർ ലൈൻസ് ആൻഡ് അണ്ടർ വാട്ടർ
ഫീച്ചേഴ്സ്. അതായത് വാട്ടർ ബോഡീസിൻ്റെ കേസിനെയാണ് നമ്മൾ ഹൈഡ്രോഗ്രഫി എന്ന് പറഞ്ഞാൽ തന്നെ വാട്ടർ ആണല്ലോ. അപ്പോൾ ഹൈഡ്രോഗ്രഫിക് സർവേയിങ് എന്ന് പറഞ്ഞാൽ മാപ്പിംഗ് വാട്ടർ ബോഡീസ്, അതായത് അണ്ടർ വാട്ടർ ഫീച്ചേഴ്സിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ആ സർവേയിങ്ങിനെയാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈൻ സർവേയിങ്. ഇറ്റ് ഇൻവോൾവ് സർവേയിങ് വിത്തിൻ ആൻഡ് അറൗണ്ട് മൈൻസ് ഫോർ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ആൻഡ് സേഫ്റ്റി. വിത്തിൻ ആൻഡ് അറൗണ്ട് മൈൻസ് ഉള്ളതിനെ നമ്മൾ മൈൻ സർവേയിങ് എന്ന് പറയും. ഓക്കെ, ആ ഒരു ഏരിയ സർവേ ചെയ്യുന്നത്. Then next is astronomical survey. Use celestial observations to determine position and directions. Celestial observations ആയിരിക്കും ആസ്ട്രോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ ആസ്ട്രോണമിക്കൽ സർവേയിങ് എന്ന് പറഞ്ഞാൽ യൂസസ് celestial observation to determine the position and directions. Okay. Then based on the purpose എന്തൊക്കെയാണ് ഡിവിഷൻ എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? കഡസ്ട്രൽ സർവേയിങ്, റൂട്ട് സർവേയിങ്. കഡസ്ട്രൽ സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് പ്രോപ്പർട്ടി ബൗണ്ടറീസ് ഓഫൺ ഫോർ ലീഗൽ ആൻഡ് ടാക്സേഷൻ പേർപ്പസസ്. അതായത് ലാൻഡ് ഓണർഷിപ്പ്, ആരുടെ പ്രോപ്പർട്ടിയാണ്, എന്തൊക്കെയാണ് അയാളുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങൾ, ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നതിനെ നമ്മൾ കഡസ്ട്രൽ സർവേയിങ് എന്ന് പറയും. ഓക്കെ. The next is route surveying. It deals with linear projects like roads, railways and pipelines. അതിനെയാണ് റൂട്ട് സർവേയിങ് എന്ന് പറയുന്നത്. അതായത് റോഡ്സ്, റെയിൽവേസ്, പൈപ്പ് ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതിനെ റൂട്ട് സർവേയിങ് എന്നാണ് പറയുക. ഓക്കെ. നെക്സ്റ്റ് is കൺസ്ട്രക്ഷൻ സർവേയിങ്. കൺസ്ട്രക്ഷൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ബിൽഡിംഗ് ലേഔട്ട്സ് ആവാം, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ സർവേയിങ് എന്നാണ് പറയുക. ഓക്കെ. Then next is control surveying. Establishes a network of horizontal and vertical control points for other surveys. അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് വേറെ സർവേസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സർവേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് എടുക്കുന്നതിനാണ് നമ്മൾ കൺട്രോൾ സർവേ എന്ന് പറയാം. വേറെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പുതിയ നെറ്റ്വർക്ക് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ്. ഓക്കെ. Then next is archaeological survey. What do you mean by archaeological? Locates and maps historical or archaeological sites. Archaeological sites ഒക്കെ ഡിനോട്ട് ചെയ്യുന്നതിന് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് is geological surveying. Studies the earth's subsurface and geological ഫീച്ചേഴ്സ്. എർത്തിൻ്റെ സബ്സർഫസും ജിയോളജിക്കൽ ഫീച്ചേഴ്സും സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ ജിയോളജിക്കൽ സർവേയിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് മിലിറ്ററി സർവേയിങ്. സപ്പോർട്ട്സ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് മാപ്പിംഗ് ആൻഡ് റിക്കണൈസൻസ്. ഓക്കെ. സോ എന്തൊക്കെയായിരിക്കും മിലിറ്ററി സർവേയിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക? മിലിറ്ററി ഓപ്പറേഷൻസ്, അത് മാപ്പിംഗ് ആവാം, റിക്കണൈസൻസ് സർവേയും ആവാം. ഓക്കെ. നെക്സ്റ്റ് is based on instruments used surveying എന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ചെയിൻ ഓർ ടേപ്പ് സർവേ. ഓക്കെ. ചെയിൻ ഓർ ടേപ്പ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ടേക്കിംഗ് ദ ലീനിയർ മെഷർമെൻറ്റ് യൂസിങ് എ ചെയിൻ ഓർ ടേപ്പ് വിത്ത് നോ ആംഗുലർ മെഷർമെൻറ്റ്സ് മെയ്ഡ്. അതായത് ലീനിയർ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ചെയിൻ ഓർ ടേപ്പ് സർവേ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആംഗുലർ മെഷർമെൻറ്റ്സ് എടുക്കില്ല. അതാണ് നോ ആംഗുലർ മെഷർമെൻറ്റ്സ് മെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ next is compass survey. Horizontal angular measurements are made using magnetic compass with the linear measurements made using chain or tape. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗുലർ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോമ്പസ് യൂസ് ചെയ്യും, മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ. അതിൻ്റെ ലീനിയർ മെഷർമെൻറ്റ്സ് നമ്മൾ ചെയിൻ ഓർ ടേപ്പ് വെച്ചിട്ട് എടുക്കും. ആംഗുലർ മെഷർമെൻറ്റ്സ് യൂസിങ് കോമ്പസ്, അതിനെയാണ് നമ്മൾ കോമ്പസ് സർവേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ചെയിൻ കണ്ടോ? ഈ ചെയിനാണ് നമ്മൾ ലേ ചെയ്തിട്ട് ലീനിയർ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. അതേപോലെ ഇവിടെ വേറൊരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടില്ല. ഇത് കോമ്പസ് സർവേ ആണ്. അതായത് ഒരു കോമ്പസും അതിൻ്റെ മേലെ ഒരു ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസും കാര്യങ്ങളും നോക്കിയിട്ട് ആംഗിളും അതിൻ്റെ ലീനിയർ മെഷർമെൻറ്റ്സ് ചെയിൻ വെച്ചിട്ടും എടുക്കും. ഓക്കെ. നെക്സ്റ്റ് is പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വിക്ക് സർവേ ക്യാരിഡ് ഔട്ട് ഇൻ ദ ഫീൽഡ് വിത്ത് മെഷർമെൻറ്റ്സ് ആൻഡ് ഡ്രോയിങ് മെയ്ഡ് അറ്റ് ദ സെയിം ടൈം യൂസിങ് എ പ്ലെയിൻ ടേബിൾ. ഒരു പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർവേ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഈ കണ്ടോ ഒരു ഡയഗ്രാം. പ്ലെയിൻ ടേബിൾ നമ്മൾ സൈറ്റിൽ എവിടെയാണോ മെഷർമെൻറ്റ് സർവേ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു പേപ്പർ ഇവിടെ ലേ ചെയ്യും. എന്നിട്ട് ആ ഷീറ്റിലാണ് നമ്മൾ ഓരോ പോയിൻറ്റ്സും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട് ഡ്രോ ചെയ്യുന്നത്. അതിനെയാണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് is leveling. This is the measurement and mapping of the relative heights of points on the Earth's surface, showing them in maps, plane and charts as vertical sections or with the conventional
സിമ്പിൾസ്, അതായത് നമുക്ക് പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് ഹൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ മാപ്പിൽ അല്ലെങ്കിൽ പ്ലെയിൻ അല്ലെങ്കിൽ ചാർട്ട്സിൽ കാണിക്കുക. അതിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then next is theodolite survey. Theodolite survey takes vertical and horizontal angles in order to establish കൺട്രോൾസ്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിൾസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ് സർവേ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, തിയോഡലൈറ്റ് സർവേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതാണ് തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾസും എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.